GoPro 9 വാങ്ങണോ? നമുക്ക് വീഡിയോ കാണാം. ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ റൂമിൽ തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും തംബ്നെയിൽസ് കണ്ടിട്ടുണ്ടാവും ആ GoPro 9 എന്താണ് വാങ്ങണോ എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ കാണട്ടോ. GoPro 9 ബ്ലാക്കിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ കാണാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് GoPro 9 കുറിച്ചിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ആ ഐറ്റം. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ, യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും GoPro 9 ബ്ലാക്ക്. ഇതാണ് സാധനം. അപ്പോൾ ഈ ഒരു ചെറിയ സംഭവം കൊണ്ടാണ് ഒരുപാട് വ്ളോഗേഴ്സ് വ്ളോഗ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ മല്ലു ട്രാവലർ പോലും ഈ ഒരു GoPro 9 ബ്ലാക്ക് വെച്ചിട്ടാണ് ഈ വ്ളോഗിങ് ചെയ്യുന്നത്. ഇതൊരു ആക്ഷൻ ക്യാമറയാണ് ആക്ച്വലി. അപ്പോൾ അതായത് ഇത് നമുക്ക് നല്ല റഫ് യൂസ് ചെയ്താലും ഇത് ലൈഫ് കിട്ടും. അപ്പോൾ ഞാൻ ഇത് വാങ്ങണോ എന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ, ഇത് നമ്മളിപ്പോൾ ഒരു GoPro 8 GoPro 7 ഒക്കെ മേടിച്ച് കഴിഞ്ഞാലും നമുക്ക് അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം അത്രയും ലൈഫ് നമുക്ക് അതിന് കിട്ടും. GoPro 7 ആവട്ടെ 8 ആവട്ടെ. അപ്പോൾ നമുക്ക് ഒന്ന് കേടന്നാലല്ലേ നമുക്കിപ്പോൾ ഒരു പുതിയൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. GoPro 9 ഇപ്പോൾ GoPro 8 ഓൾറെഡി യൂസ് ചെയ്യുന്നവർക്ക് GoPro 9 ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ GoPro 8 തന്നെ അത്യാവശ്യം കാര്യങ്ങൾ, ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ എല്ലാ സംഭവങ്ങളും കിട്ടും. അപ്പോൾ ഈ GoProയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ലൈഫ് കിട്ടും ഈ സാധനം. GoPro 8 ആയാലും GoPro 7 ആയാലും അതേപോലെ GoPro 3 അത് മുതലാണ് തോന്നുന്നത് ഈ സ്റ്റാർട്ടിങ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ബിഗിനേഴ്സിനൊക്കെ ഈ വീഡിയോ വളരെ ഹെൽപ്ഫുള്ളാവും. തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ, ഈ GoProയുടെ വിശേഷങ്ങൾ കാണട്ടോ. GoPro 9 പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളതും GoPro 8 GoPro 9 തമ്മിലുള്ള ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ GoProയുടെ ബാറ്ററി നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ആ ബാറ്ററി GoProയുടെ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിരുന്നു. പഴയതിനെക്കാട്ടിയും കുറച്ചുകൂടി വെയിറ്റ് ഇതിന് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മൾ ഈ GoPro കൊണ്ട് വ്ളോഗ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഒരു 2 ബാറ്ററി വാങ്ങുന്നത് നന്നായിരിക്കും കേട്ടോ. കാരണം നമുക്ക് ഇത് ബാറ്ററി ലൈഫ് നമുക്കിപ്പോൾ ഇത് 30% ഉണ്ട്. ഈ GoPro 9 30% നമുക്ക് ലഭിക്കുന്നുണ്ട്. GoPro 8 കൂടുതൽ ബാറ്ററി ബാക്കപ്പ് ഈ ഒരു സംഭവത്തിനുണ്ട്. അപ്പോൾ നമ്മൾ 2 ബാറ്ററി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് കഴിഞ്ഞാലും മറ്റൊന്ന് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഇതിലേക്ക് ഇട്ടു. പിന്നെ അതേപോലെ തന്നെ ഇതാ ഇവിടെയും കണ്ടോ, ഈ GoPro ഇതുപോലെ ചാർജ് ചെയ്യാം. മറ്റേ ഇതിൻ്റെ ഡ്യുവൽ ചാർജർ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരും കേട്ടോ, ഡ്യുവൽ ചാർജർ. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ കേബിൾ ഉപയോഗിച്ചിട്ട് ഈ GoPro ഇതിലൂടെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും ബാറ്ററി ഇട്ടിട്ടതിന് ശേഷം. അപ്പോൾ SD കാർഡ് ഇതിനകത്ത് തന്നെ കേട്ടോ. അപ്പം ഇതിതാ ക്ലോസ് ചെയ്തു. അപ്പോൾ ഗൈസ് നമുക്ക് ഇതൊന്ന് ഓണാക്കി വെക്കാം. ഇതിൻ്റെ ഒരു ബട്ടൺ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതാ ഈ സൈഡിലെ ബട്ടൺ കണ്ടില്ലേ, അടിപൊളി വരുന്നുണ്ടോ, എങ്ങനെയുണ്ട് കണ്ടില്ലേ. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഡ്യുവൽ സ്ക്രീനാണ്. 2 സ്ക്രീൻ വരുന്നുണ്ട്. 8 ഇപ്പോൾ GoPro 9 ബ്ലാക്കിൻ്റെ പ്രത്യേകതയാണ് 2 സ്ക്രീൻ വരുന്നുണ്ട്. കണ്ടില്ല, ഇതാ ഒരു സ്ക്രീൻ ഇതാ. ഓക്കെ, ഇതിൻ്റെ വേറെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് തന്നെ കേട്ടോ. ഇത് 30% ഇപ്പോൾ ഇവരിതിന് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ സ്റ്റെബിലൈസേഷൻ, അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഈ GoPro 9 വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ HD ക്ലാരിറ്റിയോടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും. അതും 5K. എങ്ങനെയുണ്ട്, 5K നിങ്ങൾക്ക് വീഡിയോ ലഭിക്കും. 5K 4K അതുപോലെ കാണിച്ചു തരാം ഓരോ സംഭവങ്ങൾ. ഇതിൽ ഓരോ മോഡ്സ് ഉണ്ട് കേട്ടോ. ടൈം ലാപ്സ്, ടൈം വാപ്സ് ഒക്കെ ഈ GoProനെ സംബന്ധിച്ചിടത്തോളം അടിപൊളിയാണ്. അതിൻ്റെ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ നമുക്ക് GoProയിൽ ഷൂട്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണണം. നാളത്തെ എപ്പിസോഡ് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. അപ്പം നാളത്തെ എപ്പിസോഡിൽ നമുക്ക് ഈ GoProയിൽ നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങളും 5K ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു 5K യൂസ് ചെയ്യുമ്പോൾ അത്രയും നമുക്ക് എഡിറ്റ് ചെയ്യാൻ അത്രയും സ്പെക്കും കാര്യങ്ങളൊക്കെ ഉള്ള ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിനുള്ള ഗാഡ്ജറ്റൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമുക്ക് 4K നമുക്ക് അത്യാവശ്യം നല്ല ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സ്ലോ മോഷൻ എടുക്കാം. പിന്നെ ഇതിൽ എടുക്കുന്ന പിക്ചേഴ്സ് വൈഡ് ആംഗിൾ, അത് സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് ആംഗിൾ നമ്മൾ ചുറ്റോറുള്ള സംഭവങ്ങൾ കാണാൻ സാധിക്കും. അത് ഈ GoPro 9 ഒരു പ്രത്യേകത. സൂപ്പർ വ്യൂ
പിന്നെ സ്റ്റെബിലൈസേഷൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എത്ര ഇപ്പോൾ ഇതൊരു ആക്ഷൻ ക്യാമറ ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ജർക്ക് ചെയ്താലും അത് നമുക്ക് ആ വീഡിയോയുടെ പെർഫെക്ഷൻ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സൈക്കിൾ റൈഡ് അല്ലെങ്കിൽ ബൈക്ക് റൈഡ് ആവട്ടെ, ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ മല്ലു ട്രാവലറിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പുള്ളിക്കാരൻ്റെ വീഡിയോസൊന്നും ഈ ജർക്കിങ്ങോ കാര്യങ്ങളോ ഇല്ല. പിന്നെ എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പീക്കറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ അഡീഷണൽ മൈക്ക്, ഇപ്പോൾ ഈ ഒരു മൈക്ക് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഇതിൽ മൈക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നേ ഇല്ല. ഓക്കെ, അപ്പോൾ അതൊരു നല്ലൊരു ബെനിഫിറ്റ് തന്നെ കേട്ടോ GoPro 9 സംബന്ധിച്ചിടത്തോളം. പിന്നെ GoPro 8 നിങ്ങൾ വിറ്റിട്ട് പുതിയ GoPro 9 എടുക്കുന്നതോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ 8 തന്നെ അത്യാവശ്യം നല്ല കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിന് ചെറിയൊരു ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ 5K വീഡിയോ വന്ന്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ കുറച്ച് കൂടുതലാണ്. അതുകൂടി ഇതിനകത്തുണ്ട് ഈ GoPro 9 കേട്ടോ. പിന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ മോഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഗൈസ്, സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് എന്തത് സ്റ്റാൻഡേർഡ് ഓക്കെ. ഇതിൽ തന്നെ ആക്ടിവിറ്റി, സിനിമാറ്റിക്, സ്ലോമോ, ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് അതേപോലെ ഹൈപ്പർ സ്മൂത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നമ്മളിപ്പോൾ എത്ര ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റൈഡിങ്, ആ റൈഡിങ്ങിനൊക്കെ നമുക്ക് ഹൈപ്പർ സ്മൂത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബൂസ്റ്റിലിട്ട് കഴിഞ്ഞാൽ ജർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതൊരു ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ 4K 30 ഫ്രെയിംസ്, ഈ 4K ഫ്രെയിംസ് തന്നെ നിങ്ങൾക്ക് 30, 24, 60 എല്ലാ ഫ്രെയിംസും യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മുടെ GoPro 9 മെയിൻ പ്രത്യേകത ഇതാ 5K 30 ഫ്രെയിംസിൽ യൂസ് ചെയ്യുക, 24 ഫ്രെയിംസിൽ യൂസ് ചെയ്യുക. അതൊക്കെ ഇനി ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഇടാം കേട്ടോ. കാരണം അതിപ്പോൾ ഞാൻ അതിൽ ഷൂട്ട് ചെയ്യുന്ന നാളത്തെ വീഡിയോ നിങ്ങൾ മറക്കാതെ കാണണം. കാരണം നമുക്ക് GoPro 9 ഷൂട്ട് ചെയ്യുന്ന വീഡിയോ കേട്ടോ. പിന്നെന്താ പറയുക, ഇതിൽ 2.7 കണ്ടോ, ഇതിൽ ഓരോ ഇതാട്ടോ റെസൊല്യൂഷൻസും കാര്യങ്ങളാണ്, ഇതിലോരോ സംഭവങ്ങളാണ് കാണിക്കുന്നതൊക്കെ. പിന്നെ ഈ ഒരു സംഭവമില്ലേ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോമോ, ഇത് സ്ലോ മോഷനിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു നിങ്ങളിത് കാണുന്നില്ല, ഈ ഒരു സംഭവം ബിഗിനേഴ്സിനൊക്കെ നമുക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആട്ടോ. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂസ്റ്റ് ഓൺലി. ഈ ബൂസ്റ്റ് ഓൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഞാൻ നാളെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ശരിക്കും വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മളിങ്ങനെ ഇപ്പോൾ എത്ര ഇതാക്കി കഴിഞ്ഞാലും നമുക്ക് ഞാൻ പറയില്ല ജർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതൊരു കാര്യം. പിന്നെ നിങ്ങൾക്ക് സൂപ്പർ വ്യൂ എന്താണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതിപ്പോൾ ഉള്ളത് നാരോയിലാണ്. ഇതിലൊക്കെ ഓരോ മോഡ്, നാരോ മോഡ്, ലൈനർ പറഞ്ഞു കഴിഞ്ഞാൽ സാധാ നോർമൽ മോഡ്. ഓക്കെ, സാധാ ഒരു നോർമൽ മോഡിൽ ഷൂട്ട് ചെയ്യുന്നത്. അത്യാവശ്യം സിനിമാറ്റിക്കൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇതിൽ തന്നെ കേട്ടോ, നാരോ മോഡിൽ. പിന്നെ വൈഡ് ആംഗിളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. iPhone 11 Pro ഇതിലൊക്കെ വൈഡ് ഉണ്ട്. പക്ഷേ ഇതിൽ വേറൊരു സംഭവം എന്താണെന്നറിയോ, വേറൊരു സംഭവമുണ്ട്, സൂപ്പർ വ്യൂ. ഇതാണ് അടിപൊളി സാധനം, സൂപ്പർ വ്യൂ. ഇതിലാണ് ഒട്ടുമിക്ക വ്ളോഗേഴ്സും ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒട്ടുമിക്ക വ്ളോഗേഴ്സിനും ഈ സൂപ്പർ വ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റോറുള്ള സംഭവങ്ങൾ കാണും. പിന്നെ ഈ GoPro Max ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ GoPro Max ചൂസ് ചെയ്യണോ GoPro 9 ചൂസ് ചെയ്യണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ GoPro 9 എന്നേ പറയുള്ളൂ. GoPro Max എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 360 വീഡിയോ കിട്ടും. എന്നാൽ ഇതിൽ 360 വീഡിയോ ഇല്ലെങ്കിൽ പോലും ഇതിൻ്റെ ക്ലാരിറ്റി ഭയങ്കരമായിട്ട്, നമുക്കൊരു വീഡിയോ മറ്റുള്ളവർ കാണുകയാണെങ്കിൽ തന്നെ, വ്യൂവേഴ്സ് കാണുകയാണെങ്കിൽ തന്നെ അവർക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വേണം, സൗണ്ട് അത്യാവശ്യം വേണം. അതിൽ നമുക്ക് സൗണ്ടിൻ്റെ കാര്യങ്ങളൊന്നും എന്താണെന്നുള്ളതൊന്നും അറിയുന്നില്ല. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം സൗണ്ട് പക്ക ക്ലാരിറ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് വീഡിയോ ക്ലാരിറ്റിയും അത്യാവശ്യമുണ്ട് കേട്ടോ. ഇപ്പോൾ രാത്രി നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഈ ഓരോ സംഭവങ്ങളും വൈഡായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും. ഇതിലെടുക്കുന്ന പിക്ചർ ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി പിക്ചേഴ്സാണ് കേട്ടോ. ഇതിലെടുക്കുന്ന ഓരോ പിക്ചേഴ്സും നല്ല ക്വാളിറ്റിയുള്ള പിക്ചേഴ്സാണ്. പിന്നെ എടുത്ത് പറയാനുള്ളത് ലൈവ് ഫോട്ടോ, അതേപോലെ ഈ ടൈം വാപ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ ടൈം ലാബ്സ് അല്ല കേട്ടോ, ടൈം വാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സ്പീഡിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ യാത്ര അല്ലെങ്കിൽ ഈവൻ നമ്മൾ വാക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ക്യാമറ ഷൂട്ട് ചെയ്തുകൊണ്ട് വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ കിട്ടും, അടിപൊളി സംഭവം കിട്ടും. അത് ഞങ്ങൾക്ക് യൂട്യൂബിൽ ഒരുപാട് വീഡിയോ ഉണ്ട്, GoPro 9 ഒരുപാട് ടൈം വാപ്പ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ത്രില്ലായതാണ് ഈ സംഭവം. പിന്നെ ഷൂട്ട് ഇപ്പോൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് നമുക്കിപ്പോൾ ഈ ഒരു വ്ളോഗ് ചെയ്യാൻ നമ്മൾ ഏത് മോഡിലിട്ട് ഷൂട്ട് ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും കേട്ടോ.
ഞാനും സ്റ്റാർട്ടിംഗ് ആണ് നമ്മുടെ എന്താ പറയുക, നാളെയാണ് നമ്മുടെ ഈ GoPro 9 വീഡിയോ വരുന്നത്. അപ്പം എന്താ പറയുക, ഈ ഒരു GoPro 9 ഏത് മോഡിലായിട്ട് ഷൂട്ട് ചെയ്യേണ്ടത് നമ്മൾ ഒരുപാട് യൂട്യൂബിൽ സെർച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായതെന്ന് പറയുക, നമ്മൾ ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ മാറ്റാൻ സാധിക്കും. ഇപ്പോൾ സൂപ്പർ വ്യൂ ഞാൻ പറഞ്ഞല്ലോ, സൂപ്പർ വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് വൈഡ് ആംഗിളിൽ ചുറ്റുമുള്ള സംഭവങ്ങൾ കാണിക്കാൻ പറ്റും. അതിലാണ് ഒട്ടുമിക്ക വ്ളോഗും നമ്മൾ ചെയ്യേണ്ടത്, സൂപ്പർ വ്യൂവിലിട്ടിട്ട്. നല്ല അടിപൊളി വ്യൂ തന്നെ കേട്ടോ ആ ഒരു സംഭവം. പിന്നെ ടൈം വാപ്സ്, അതും നമുക്ക് യൂസ്ഫുൾ ആവും. അതൊക്കെയാണ് ഈ ഒരു GoPro യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന ഫങ്ഷൻസ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 2 ബാറ്ററി യൂസ് ചെയ്യണമെന്ന്. ഈ 2 ബാറ്ററി യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചാർജർ കിറ്റാണ് കേട്ടോ. ഇതിന് നമ്മൾ ഈ ഒരു കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് ഏതെങ്കിലും അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് എന്താ പറയുക, ചാർജ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് 2 ബാറ്ററി ഒരേ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ ഈ ഒരു കിറ്റ് വാങ്ങുന്നത് നന്നായിരിക്കും കേട്ടോ. എല്ലാ വ്ളോഗേഴ്സും ആരായാലും നമുക്ക് ഒരുപാട് ചാർജും അതേപോലെ മെമ്മറിയും ഒരു വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, GoProൻ്റെ അടിപൊളി ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ GoPro 8ലും GoPro 9ലൊക്കെ ഉണ്ട്, നമുക്ക് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാം. ഈ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചിലർക്കുണ്ടാവും ഇപ്പോൾ ഇതിലെടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ മെമ്മറി കാർഡ് വീണ്ടും റിമൂവ് ചെയ്ത് വേറെ ഫോണിലേക്ക് വെച്ച് വേറെ കാർഡ് ഉപയോഗിച്ചിട്ട് ഫോണിൽ എഡിറ്റ് ചെയ്യാൻ, ഈ വീഡിയോ ട്രാൻസ്ഫർ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ഡൗട്ടുകളുണ്ടാവും. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. ബ്ലൂടൂത്ത് വഴി നമുക്ക് ഇത് ഉപയോഗിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ GoProൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. GoProൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം ഇതുമായിട്ട് കണക്ട് ചെയ്യുക, പെയർ ചെയ്യുക. അപ്പോൾ അത് കണക്റ്റ് ആവും. പിന്നെ നമ്മുടെ ഈ GoPro 9ൽ എടുക്കുന്ന വീഡിയോസ്, ഈവൻ ഫോട്ടോസ് ആവട്ടെ, ഓട്ടോമാറ്റിക് നമ്മുടെ ഫോണിൽ വരും. അത് നമുക്ക് നമ്മുടെ ഫോണിൽ സേവ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐഫോൺ യൂസേഴ്സ് ആകുമ്പോൾ മെമ്മറി കാർഡ് നമ്മൾ ഒരിക്കലും പോകില്ലെന്ന് അറിയാലോ. അപ്പോൾ നമുക്ക് നമ്മൾ എടുത്ത വീഡിയോസൊക്കെ നമുക്ക് എങ്ങനെ ഇതിലേക്ക് ആക്കാമെന്നുള്ളതിനുള്ള ഏറ്റവും നല്ല ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു സംഭവം കേട്ടോ. ഇനിയും GoProനെ കുറിച്ചിട്ട് ഒരുപാട് സംഭവങ്ങൾ അറിയാനുണ്ട്, പഠിക്കാനുണ്ട്. പിന്നെ തുടർന്നുള്ള വീഡിയോസിലൊക്കെ ഞാൻ നിങ്ങൾക്ക് GoPro എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നാളെ നിങ്ങൾക്ക് ഞാനൊരു GoPro 9ൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഒരു ചെറിയൊരു വ്ളോഗാണ്. നാളത്തെ എപ്പിസോഡ് നിങ്ങൾ മറക്കാതെ കാണണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല കേട്ടോ, കഴിഞ്ഞ വീഡിയോയിൽ അഫ്ലു പറഞ്ഞിരുന്നില്ലേ അടുത്ത എപ്പിസോഡ് തീർച്ചയായിട്ടും കാണണമെന്ന്. അപ്പം വേറൊന്നുമല്ല, ചെറിയൊരു ഫാമിലി മീറ്റപ്പാണ് ഇൻഷാ അല്ലാ. അപ്പം എന്താ പറയുക, നാളത്തെ വ്ളോഗ് തീർച്ചയായിട്ടും കാണണം. അപ്പോൾ ഇതാണ് GoPro 9നെ കുറിച്ചിട്ടുള്ള എനിക്ക് മനസ്സിലായ റിവ്യൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് വരാം. ബൈ.